ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നരച്ച മുടി അങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് പനിക്കൂർക്കയില. അതിന്റെ ഗുണങ്ങളൊന്നും പറഞ്ഞു ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിൽക്കുന്ന സമയത്ത് മരുന്നൊന്നും അടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പനിക്കൂർക്കയില നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കാരണം ഇതിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴുകിയെടുക്കുന്നതിലൂടെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഇല മാത്രമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലയും ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി വരും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കേണ്ട. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ കണ്ടില്ലേ നന്നായി ക്രിസ്പി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ നന്നായിട്ട് പൊടിഞ്ഞു വരും. നിങ്ങൾ കുറച്ച് അധികം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നർ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കറികളുടെയും സ്നാക്സിൻ്റെയും ഒക്കെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ പൗഡറൊക്കെ വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ടല്ലേ. എന്നാൽ അതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഈ ഒരു ഇലയൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാക്സും ഇതുപോലെ തന്നെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസിനൊക്കെ രുചിയും കൂടും. മാത്രമല്ല ഇതിന്റെ ഗുണങ്ങളൊക്കെ നമ്മളുടെ മക്കൾക്ക് ലഭിക്കുകയും ചെയ്യും. ചട്ടിയിൽ വെച്ച് ചൂടാക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിഴലിൽ വെച്ച് ഒരു 2 ദിവസം വെച്ച് കൊടുത്താൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. മാസങ്ങളോളം ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കോട്ടന്റെ ഡ്രസ്സൊക്കെ അലക്കിയതിന് ശേഷം നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പശയൊക്കെ മുക്കാറുണ്ടല്ലേ. അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും വലിയ വില കൊടുത്ത് നമ്മൾ അതിനുള്ള ലോഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറായിരിക്കും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ അടുക്കളയിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് അയൺ ചെയ്യാതെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഒരു ഒട്ടുന്ന പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു ജെല്ല് ടൈപ്പ് ആയിട്ട് മാറുന്നതാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര ഡ്രസ്സാണോ മുക്കിയെടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ഷർട്ട് മുക്കിയെടുക്കാനുള്ള പശയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ദിവസത്തേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇതിന് മണവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു മണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കംഫോർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ജെൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പശ മുക്കിയെടുക്കേണ്ടത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജെൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ജെല്ല് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഡ്രസ്സാണോ മുക്കിയെടുക്കേണ്ടത് അതൊരു 10 മിനിറ്റ് നമുക്കിതിലൊന്ന് മുക്കി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ ഞാൻ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിപ്പോൾ അലക്കി ഉണക്കിയതിന് ശേഷമാണ് ഇത് മുക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് അലക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരു ഷർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എത്ര ഷർട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് ആ പശയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഞാനൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പശയും നമ്മളുടെ ഈ ഒരു ഷർട്ടിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ശേഷം ഈ വെള്ളം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. വല്ലാണ്ട് അങ്ങ് മുറുക്കി പിഴിഞ്ഞെടുക്കരുത്. ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതിയാവും. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് അഴലിലേക്ക് ഇട്ടിട്ട് ഉണക്കിയെടുക്കാം. ഉണങ്ങിയതിന് ശേഷമുള്ള വ്യൂ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ ഷർട്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അയൺ ചെയ്തതുപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾ മുറുക്കി പിഴിഞ്ഞതിന് ശേഷമാണ് ഇത് അഴയിലിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് ചുളിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇതുപോലെ അയൺ ചെയ്തതുപോലെ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി
നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ബദാം പിസിൻ അഥവാ ബദാം ഗമ്മ് അല്ലെങ്കിൽ ബദാം പശ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ. ഇത് മുഴുവനായിട്ടും നമുക്ക് വേണ്ട. ഇതിൽ നിന്നും ഒരു കുറച്ച് മാത്രം എടുത്ത് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. പെട്ടെന്ന് കാണാൻ കല്ല് പോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ലി രൂപത്തിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം ഇത്രയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നതിന് ശേഷം മാത്രമാണ് നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. കഴുകിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ കഴുകിയപ്പോൾ. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം രാത്രി വെച്ച് കൊടുത്തിട്ട് രാവിലെ വരെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് നല്ല ജെല്ല് ടൈപ്പിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്ര ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അരമുറി ബീട്രൂട്ടാണ്. നന്നായിട്ട് കളറുള്ള ബീട്രൂട്ട്, നല്ല ജ്യൂസ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതിന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബദാം ഗമ്മാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. മുടിയുടെ ആരോഗ്യത്തിന്, നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ബദാം പിസിൻ. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പാലാണ് കേട്ടോ. പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ കയ്യിലും കാലിലും മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ ചുളിവുകളൊക്കെ പോകാനും അതുപോലെ തന്നെ മുഖക്കുരുവും പാടുകളൊക്കെ പോയിട്ട് നന്നായിട്ടൊരു ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിരട്ടയും അതുപോലെ തന്നെ ഒരു 4-5 പേരക്കയുടെ ഇലയും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് രാവിലെ നമ്മൾ വെറും വയറ്റിൽ കുടിച്ച് വരികയാണെങ്കിൽ ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോള് BP ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പണ്ട് കാലം മുതൽ തന്നെ ആയുർവേദത്തിൽ വലിയൊരു സ്ഥാനം തന്നെ ചിരട്ട വെന്ത വെള്ളത്തിനുണ്ട്. ദാശമനിയായിട്ട് രോഗശമനിയായിട്ടൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറന്നു പോകരുത്. അടുത്തതായിട്ട് യാതൊരു കെമിക്കൽസും ഇല്ലാതെ അതുപോലെ തന്നെ ഈ ഹെന്നയോ നീലാമരിയോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നരച്ച മുടി കറുപ്പിച്ചെടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ കടുകും അതേ അളവിൽ തന്നെ കരിഞ്ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കോട്ടണിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. 100% നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ ഒരു മൺവിളക്കിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരേ അളവിലുള്ള 3 ഗ്ലാസ് വെച്ച് ഒരു സ്റ്റീൽ പാത്രം വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ ആ കോട്ടൺ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ പുക നന്നായിട്ട് ആ പ്ലേറ്റിലേക്ക് പിടിക്കും. അതുവരെ തന്നെ നമുക്കിത് ആളി കത്തിക്കരുത്, ചെറുതായിട്ടൊന്ന് കത്തിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പം നന്നായിട്ട് ഇവിടെ കത്തി വരുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കടുകൊക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു കേടും സംഭവിക്കുന്നതല്ല. ഞാനിപ്പോൾ കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് കത്തി കരിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ ഡൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് എല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കടുകും കരിഞ്ജീരകവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്നൊന്ന് പുറത്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നരച്ച മുടിയൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചെറുതായിട്ട് ഞാൻ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ഈ കടുകിലൊരു എണ്ണമയം പോലെ ഉണ്ടാവും. അതും കൂടെ ചേർന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒലിച്ചൊന്നും പോയില്ല കേട്ടോ. നല്ല പെർമനൻ്റ് ആയിട്ട് അത് നമ്മളെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളുടെ തലയിലും ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. നമ്മൾ
സോപ്പ് വെച്ച് വാഷ് ചെയ്താൽ മാത്രമേ അത് പോവുള്ളൂ. ലൈവായിട്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ച് കഴുകുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും ഇത് എത്രയ്ക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് തരുന്നതെന്ന്. അപ്പം ഞാൻ കണ്ടില്ലേ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ ഒട്ടും പോകുന്നില്ല. ഞാൻ കൈ വെച്ചിട്ട് ഒരച്ചെടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ തേച്ച് കൊടുത്ത ഡൈ അവിടെ ഇപ്പോൾ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന നല്ല കിടിലൻ നാച്ചുറൽ ഡൈ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കയ്യിൽ പറ്റി പിടിച്ചും ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതും പോകുന്നില്ല. നന്നായിട്ട് ഉരച്ച് തന്നെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. നല്ലൊരു വാട്ടർ പ്രൂഫ് ആയിട്ട് തന്നെ ഇത് നന്നായിട്ട് വർക്ക് ആവുന്നതാണ്. നമ്മളുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ നമുക്ക് താൽക്കാലികമായിട്ട് റിസൾട്ട് തരുമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് മൂലം മുടി നന്നായിട്ട് നരയ്ക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും മുടി കൊഴിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള നാച്ചുറൽ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. മുടി നമുക്ക് നന്നായിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നേരത്തെ നമ്മൾ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം നല്ല കരി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ കരിയും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്നൊന്നും നമ്മളെ തലയിൽ നിന്നും അത് പോവില്ല. എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അത്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ ഈ കരിയൊക്കെ ഞാൻ നന്നായിട്ട് എല്ലാം ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കാസ്റ്റർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മളെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അതുപോലെ ഒന്ന് വെച്ച് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പുറത്തേക്കൊക്കെ പോവാം. തുള്ളി പോലും അത് തലയിൽ നിന്ന് പോകുമൊന്നും തന്നെ ഉണ്ടാവില്ല. നല്ല സ്റ്റിക്കി ആയിട്ട് ആ തലയിൽ തന്നെ ഇരുന്നോളും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും അത് ഒലിച്ചു പോകുമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ തന്നെ നമ്മളെ ഹെയറിലും ഇത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.